ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതാക്കിയെടുക്കുന്നത്. വർഷങ്ങളായിട്ട് പല ആളതും മോണിറ്റൈസേഷൻ ആവുന്നില്ല, ആവാത്ത ചാനലുകളുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും അറിയാം, പല ആൾക്കാർക്കും അറിയില്ല. വളരെ എന്താ പറയുക, ആർക്കും ഒരു താല്പര്യമില്ലാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു അപ്ഡേഷൻ മാത്രമാണ് ഇത് വന്നത്. അപ്പൊ നമുക്ക് എന്താണ് യൂട്യൂബ് കൊണ്ടുവന്ന പുതിയ അപ്ഡേഷൻസ് നോക്കാം. ഇതുവരെ ഒരു വർഷത്തിന്റെ ഉള്ളില് 4000 വാച്ചിങ് ഹവർ ഇനിയും വേണ്ടത് ലോങ് വീഡിയോ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ നേരെ കൊണ്ടുവന്നത് 4000 എന്നുള്ളത് 8000 ആക്കിയിട്ടുണ്ട്. കാരണം നേരെ ഡബിള്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരാൾ ലോങ് വീഡിയോ ഇട്ടിട്ട് 4000 മണിക്കൂർ എങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതാക്കിയെടുക്കുന്നത്. വർഷങ്ങളായിട്ട് പല ആളതും മോണിറ്റൈസേഷൻ ആവുന്നില്ല, ആവാത്ത ചാനലുകളുണ്ട്. കാരണം ഇവരെത്ര ഇട്ടിട്ടും എന്താ പറയുക, 4000 എന്ന് പറയുന്നത് വലിയൊരു കടമ്പനെയാണ്. അതാണ് ഇപ്പൊ നേരെ ഡബിളാക്കി 8000 വാച്ചിങ് അവർ ആക്കി. ഇത് ഒരു 80% ആൾക്കാരും എന്താ പറയുക, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇനി മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നമ്മൾ നല്ലോണം മെനക്കെടണം, എന്നാലേ അത് പറ്റുള്ളൂ. ഇറങ്ങി കളിക്കണം. അതുപോലെ തന്നെയാണ് ഷോർട്സിലും. ഷോർട്സ് വീഡിയോ വെച്ചിട്ട് മോണിറ്റൈസേഷൻ ചെയ്യുന്ന ആൾക്കാർ 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് കിട്ടിയാലേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റീനി. അത് യൂട്യൂബ് പുതിയ അപ്ഡേഷനിൽ കൂടെ 10 മില്യൺ എന്നുള്ളത് നേരെ അതിന്റെ ഡബിള് 20 മില്യൺ വ്യൂസ് 90 ദിവസം കൊണ്ട് ആക്കിയെടുക്കണം. 20 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോടി വ്യൂസ്. അത് എൻഗേജ്ഡ് വ്യൂസ് ആണ് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി എടുക്കുക. എൻഗേജ്ഡ് വ്യൂസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20 മില്യൺ സ്ഥാനത്ത് 40 മില്യന്റെ ടോട്ടൽ വ്യൂസ് വേണം. ആ ടോട്ടൽ വ്യൂസ് 40 മില്യൺ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ കുറച്ചിട്ട് ഒരു 20 മില്യൺ റിയൽ വ്യൂസ്, എൻഗേജ്ഡ് വ്യൂസ് ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ നേർപകുതിയല്ല, ഏകദേശം ആ റേഞ്ചെങ്കിലും നമുക്ക് വേണം. അതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ഇതുവരെ മോണിറ്റൈസേഷൻ ആകാൻ സാധ്യതയുള്ള കുറെ ചാനലുകൾ ഉണ്ടാവല്ലോ. അപ്പോൾ ഓരൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ ചാനൽ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫെബ്രുവരി 1-ാം തീയതിന്റെ മുന്നേ ആയിട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. പിന്നെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ ഷോർട്സ് ഇടുന്ന ആൾക്കാരുണ്ടാവും. ഷോർട്സ് വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ. ഇപ്പൊ നമ്മുടെ പല ചാനലും നമ്മൾ കണ്ടിട്ടുണ്ട്, ലോങ് വീഡിയോ അവരിടുന്നത് വളരെ കുറവായിരിക്കും, ലൈവ് പോകുന്നതും വളരെ കുറവായിരിക്കും. പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 1 കോടി വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം ഷോർട്സിൽ, അതും എൻഗേജ്ഡ് വ്യൂസ്. അതായത് മോണിറ്റൈസേഷൻ ആയ ചാനലുകളെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അവര് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഏണിങ്സ് കിട്ടുള്ളൂ. അവരുടെ മോണിറ്റൈസേഷന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. ഇപ്പം പല യൂട്യൂബിലുള്ള ആൾക്കാർക്കും അറിയാം, അവരുടെ പല ഷോർട്സിൻ്റെ വ്യൂസ് കഴിഞ്ഞ 90 ദിവസത്തിൽ 5 മില്യൺ ആയിരിക്കാം, 6 മില്യൺ ആയിരിക്കാം, അങ്ങനെയൊക്കെ അങ്ങനെ മാറി മാറി വരാം. ചിലപ്പോൾ 8 മില്യൺ ആയിരിക്കാം, 98 ലക്ഷം ആയിരിക്കാം, ചില 9.8 മില്യൺ ആയിരിക്കാം. എന്നിരുന്നാലും ആ ആൾക്ക് 1 രൂപ പോലും കിട്ടൂല. അതായത് 90 ദിവസം കൊണ്ട് 10 മില്യൺ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അത്രയും ചെയ്തത് നമുക്ക് അതിനുള്ള ഏണിങ്സ് കിട്ടൂല. അതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂട്യൂബ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. എന്തായാലും വളരെ ഒരു എല്ലാവർക്കും ഒരു സങ്കടം, എല്ലാവർക്കും യൂട്യൂബ് ഒരു പണി തന്നതാണ്, ഒരു സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ബദലായിട്ട് അവർ ഒരുപാട് കൂടുതലായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ടുവരുന്നൊക്കെയാണ് പറഞ്ഞത്. ബോണസ് പ്രോഗ്രാമുകൾ കൊണ്ടുവരും, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പറഞ്ഞ ഒരു 3 കാര്യങ്ങളുണ്ട്. പിന്നെ വ്യൂസിന് ഒരുപാട് വ്യൂസ് നമുക്ക് അപ്ഡേഷനായിട്ട് കാണിക്കും. പക്ഷെ അതിലൊക്കെ ഒരു ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷെ എന്ത് തന്നെ വന്നാലും പുതിയ യൂട്യൂബിലേക്ക് തുടങ്ങിയ ആൾക്കാർക്കും പിന്നെ ഷോർട്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു പണിയാണിത് കിട്ടാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. വേറെ പല ആൾക്കാരും അറിയുമെന്നറിയില്ല,
ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ചിലപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഇനി നാളെ തൊട്ട് ലോങ് വീഡിയോ കൂടുതൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ യൂട്യൂബ് നടപ്പിലാക്കിയത്. പക്ഷേ ഈ മോണിറ്റൈസേഷൻ ചെയ്ത ലോങ് വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് ഭാവിയിൽ ഒരു പണി വന്നുകൂടാന്നില്ല. കാരണം ഇപ്പോൾ ഷോർട്സിന് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 1 കോടി വ്യൂസ് വേണം, എന്നാലേ വരുമാനം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 3000-ഓ 4000-ഓ വാച്ചിങ് ഹവർ ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏണിങ്സ് ലഭിക്കുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ചിലപ്പോൾ വന്നുകൂടാന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം യൂട്യൂബ് വെറുതെ പൈസ തരേണ്ട ആവശ്യമില്ല. ഇത് യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വന്നുകൂടാന്നില്ല. അത് എനിക്ക് തോന്നുന്നത് ഒരു 3-4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ട് വരും. കാരണം വെച്ചാൽ ഷോർട്സ് പോലെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ പോലെ കൊണ്ടുവരും, 100% ഉറപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആകാൻ പോകുന്ന ചാനലുകൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫെബ്രുവരി 1-ാം തീയതിൻ്റെ മുന്നേ ആയിട്ട് ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നോക്കുക. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ.